വെൽക്കം ബാക്ക് എവ്രി വൺ. ഹിയർ കംസ് നെക്സ്റ്റ് പാർട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിമനോഹരമായ മുതുമലൈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ വനസൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര അവസാനിപ്പിച്ചത്. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇനി ലക്ഷ്യം ബാംഗ്ലൂർ. പക്ഷേ എല്ലാവരും പോകുന്ന മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലൂടെ അല്ല ഇന്നത്തെ യാത്ര. ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു റൂട്ട്, മനോഹരമായ NH 948. കാരണം നിങ്ങൾക്കറിയാം, മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ 2 വീലറുകൾക്ക് പ്രവേശനമില്ല. സർവീസ് റോഡാണെങ്കിൽ എണ്ണമറ്റ ഹമ്പുകളും തിരക്കുമാണ്. അതുകൊണ്ടാണ് ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഞാനുള്ളത് ചാമരാജ് നഗറിലാണ്. ഗുണ്ടൽപെട്ടിൽ നിന്ന് ആദ്യ ട്രാഫിക് സിഗ്നലിൽ വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ഇവിടെ നിന്ന് കനകപുര വഴിയാണ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ സാധാരണ ഹൈവേ യാത്രകൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ബോറടിക്കും. എന്നാൽ ഈ റോഡ് അങ്ങനെയല്ല. ഇരുവശവും കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പാർന്ന കൃഷിയിടങ്ങൾ, ഇടയ്ക്കിടെ കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന ഭൂപ്രകൃതി, വളരെ കുറഞ്ഞ ട്രാഫിക്. ഡ്രൈവ് ചെയ്യാൻ ഇതിലും മനോഹരമായ റൂട്ട് വേറെ ഇല്ലെന്ന് തോന്നും. വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്കും കാണാം. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ദേശീയപാത 948-ലൂടെയാണ്. ഈ റോഡിലൂടെ ഏകദേശം 60 കിലോമീറ്റർ പിന്നോട്ട് പോയാൽ തമിഴ്നാട്ടിലെ സത്യമംഗലത്തെത്താം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു വ്യക്തിയെ ഓർമ്മ വരും, വീരപ്പൻ. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധരായ വനക്കൊള്ളക്കാരിൽ ഒരാൾ. 1952 ജനിച്ച വീരപ്പൻ വെറും 17-ാം വയസ്സിൽ തന്നെ ആനക്കൊമ്പ് കടത്തുന്ന സംഘത്തിൽ ചേർന്നു. പിന്നീട് കോടിക്കണക്കിന് രൂപയുടെ ചന്ദനമരം കടത്തിന്റെ തലവനായി വളർന്നു. ഏകദേശം 2000 ആനകളെ വേട്ടയാടിയതായും 100-ലധികം കൊലപാതകങ്ങളിൽ പങ്കുണ്ടായതായും വിവിധ രേഖകൾ പറയുന്നു. വർഷങ്ങളോളം തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ പോലീസിനെയും വനവകുപ്പിനെയും വെല്ലുവിളിച്ചാണ് അയാൾ ജീവിച്ചത്. ഒടുവിൽ 2004 ഒക്ടോബർ 18 ഓപ്പറേഷൻ കൊക്കൂൺ എന്ന രഹസ്യ ദൗത്യത്തിലൂടെ തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വീരപ്പനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ ഭിന്നതകളുണ്ട്. ചിലർ അദ്ദേഹത്തെ ഭരണകൂടത്തിനെതിരെ പൊരുതിയ ആളായി ചിത്രീകരിക്കുമ്പോൾ, കൊലപാതകങ്ങളും വനനശീകരണവും ചന്ദനക്കടത്തും കണക്കിലെടുക്കുമ്പോൾ ചരിത്രം അദ്ദേഹത്തെ ഒരു സംഘടിത കുറ്റവാളിയായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. വീരപ്പൻ്റെ കഥ പിന്നീടൊരിക്കൽ വിശദമായി പറയാം. ഇപ്പോൾ നമ്മുടെ യാത്ര തുടരാം. ഇവിടെ നിന്ന് ഇനി ഏകദേശം 160 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ബാംഗ്ലൂർ. ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റോഡ് ഒരു സ്വർഗമാണ്. വിശാലമായ റോഡ്, വളരെ കുറഞ്ഞ ട്രാഫിക്, കിലോമീറ്ററുകളോളം തടസ്സങ്ങളില്ലാതെ ഡ്രൈവ് ചെയ്യാം. ഞാൻ തന്നെ ഏകദേശം 80 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത്. എന്നെ മറികടന്നു പോകുന്ന പല വാഹനങ്ങളും 100 കിലോമീറ്ററിന് മുകളിലാണ്. ഇനി ഈ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് മറ്റൊരു കൗതുകകരമായ കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും ഒരു കയറ്റമോ ഇറക്കമോ വലിയ മലനിരകളോ ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അതിൻ്റെ ഉത്തരമാണ് ഡെക്കാൻ പീഠഭൂമി. ദക്ഷിണേന്ത്യയുടെ വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണിത്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങി 8 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഭൂപ്രദേശം പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടാണ് ചരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ പ്രധാന നദികളെല്ലാം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ചുറ്റും നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം കൃഷിയിടങ്ങൾ മാത്രം. ഒരു നിമിഷം ചിന്തിച്ചാൽ ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ പല പ്രദേശങ്ങളും ഇതുപോലെ കൃഷി സമൃദ്ധമായിരുന്നു. ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളിൽ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കരിമ്പ്, കൂടാതെ മഞ്ഞൾ, വാഴ, നാളികേരം തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള നാണ്യവിളകളും ഉൾപ്പെടുന്നു. അങ്ങ് ദൂരെയായി കാണുന്ന മലനിരകൾ ഈസ്റ്റേൺ ഘാട്ടിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കടന്നുപോകുന്നത് ദക്ഷിണേന്ത്യയുടെ ജീവധാരയായ കാവേരി നദിക്കു മുകളിലൂടെയാണ്. പശ്ചിമഘട്ടത്തിൽ ജനിക്കുന്ന കാവേരി ഏകദേശം 800 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നത്. ഇത്രയും നേരം തുടർച്ചയായി ഡ്രൈവ് ചെയ്തതുകൊണ്ട് ചെറിയൊരു ഇടവേള എടുക്കാം. ഒരു ചായയും കുടിച്ച് കുറച്ച് വിശ്രമിക്കാം. കടയിലെ ചേട്ടൻ എന്നെ വിടുന്നില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം കന്നഡയിൽ പറയുന്നതിൽ പകുതിയും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയാവുന്ന കുറച്ച് കന്നഡയിൽ ഞാനും എന്തൊക്കെയോ മറുപടി പറഞ്ഞു. ഒടുവിൽ ചായ കുടിച്ച് ആ ചേട്ടനോട് യാത്ര പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കനകപുര എന്ന സ്ഥലത്താണ്. ഇനിയും ഒരു 50 കിലോമീറ്റർ വണ്ടി ഓടിച്ചാൽ ബാംഗ്ലൂർ എത്താം. സമയം ഇപ്പോൾ വൈകുന്നേരം 6 മണി. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഇനി 1 മണിക്കൂറിനുള്ളിൽ ബാംഗ്ലൂരിലെത്തും.
ഏകദേശം 360 കിലോമീറ്റർ പിന്നിട്ട് ഇന്നത്തെ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി റൂമിലെത്തി ഒന്ന് വിശ്രമിക്കണം. നാളെ തുടങ്ങി ബാംഗ്ലൂരിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.